കാര്യം അത് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇതുവരെ. ചിലപ്പോൾ അനുഭവം ഉണ്ടാകുമ്പോൾ കിട്ടുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കും, എനിക്ക് അറിയില്ല. ഇപ്പൊ കിട്ടിയപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിരിക്കും പിന്നീട് സമയമാകുമ്പോൾ. എനിക്ക് എഴുതാനല്ല അറിയാം, വായിക്കാറില്ല. ഷൂട്ട് എൻ്റെ ഒരു മേജർ പോർഷൻ ഓഫ് ഷൂട്ട് കഴിഞ്ഞു. ഇനി ഒരു 5-6 ദിവസം ഷൂട്ട് കൂടി ബാക്കിയുണ്ട്. അത് നമ്മുടെ ഈ സുമതിൽ വളവിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷെഡ്യൂൾ ബ്രേക്കിൻ്റെ സമയത്ത് അതിൻ്റെ ഷൂട്ട് നടക്കും. ബാബുപ്പാല എന്തോ വിനീതേട്ടനും ധ്യാനൊക്കെയായിട്ട് കോമ്പിനേഷൻ ഓൾറെഡി കഴിഞ്ഞു. ദിലീപേട്ടൻ്റെ കോമ്പിനേഷൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു 7-ാം തീയതി തുടങ്ങിയായിരിക്കും. നെക്സ്റ്റ് മന്ത് 7th തുടങ്ങി ഷൂട്ട് ഉണ്ടാവും. 5-6 ദിവസം ഷൂട്ട് നിർമ്മിച്ചു. യെസ്, അതൊരു മാഡ്നസ് പരിപാടിയാണ്. നല്ല രസമുണ്ട്. ഒരു ടോട്ടലി ഏത് ജോണറാണെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഒരു ടോട്ടലി വേറൊരു ജോണറുള്ള സിനിമയാണ്. ഒരു മാഡ്നസ്, ഒരു ഭ്രാന്തൻ സിനിമയാണ്. ഭയങ്കര രസമുണ്ട്. എൻ്റെ വിഷയം ജിഗ്ജാനെ തന്നെ ചോദിക്കണം. കാര്യം നമ്മൾക്ക് ആക്ച്വലി വളരെ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. ഇപ്പോഴും ഞാൻ ഇന്ന് വേറൊരു ഇന്റർവ്യൂവിൽ പറയണ്ടായിരുന്നു, എന്നെ ഇപ്പോഴും ചില സ്ഥലത്തൊക്കെ ചിലപ്പോൾ അമ്പറോ എന്ന് പറഞ്ഞ് വിളിക്കണൊരു ഇപ്പോഴും വിളിക്കാറുണ്ട്. വേറെ ക്യാരക്ടറുടെ പേര് പറഞ്ഞിട്ട് പത്രം വിളിക്കില്ലായിരിക്കും. അമ്പറോ ഭയങ്കര ആൾക്കാരുടെ ഇടയിൽ രജിസ്റ്റർ ചെയ്ത പേരാണ്. ഒരു ആഫ്രോ ലുക്കും പരിപാടിയല്ല. അപ്പോൾ എനിക്ക് അത് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ജിജേട്ടന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലേ അത് നടക്കുള്ളൂ. പക്ഷെ ഇപ്പം തൽക്കാലം അങ്ങനെ ഒരു ഐഡിയ ഇല്ല. ഐഡിയ വരാം. ഞാൻ പറയില്ല. എന്താ അറിയില്ല, എനിക്കറിയില്ല. ലാലേട്ടൊന്നും ഞാൻ പറഞ്ഞിട്ട് കിട്ടും. അതൊരു സാധനം എന്താ പറയാ, കേട്ടില്ല. എന്തായാലും എഴുത്തിനെ പറ്റിയോ? അച്ഛൻ ശരിക്കും കീറി മുറിച്ച് വർത്തമാനം പറയുന്ന ഒരാളാണ് ഒരു ക്യാരക്ടറിനെ പറ്റിയും അല്ലെങ്കിൽ സിനിമയെ പറ്റിയും. അപ്പൊ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു പരിപാടി അവിടെ നിന്ന് ആദ്യമേ കിട്ടും. വിളിച്ചു കഴിഞ്ഞാൽ മോശമാണെങ്കിൽ മോശമാണെന്നും എന്തെങ്കിലും കുറഞ്ഞു കിട്ടിയെങ്കിൽ അത് കറക്റ്റായിട്ട് പറഞ്ഞു തരും. ചേച്ചി അച്ഛനാണ് പ്രോപ്പറായിട്ട് ഈ കാര്യം പിടിക്കുന്നത്. അപ്പോൾ പടത്തിന്റെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യാറില്ല. കേട്ട് എനിക്കത് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഞാനത് ഏറ്റ് കഴിയുമ്പോൾ ആ സന്തോഷത്തിന് പോയി കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ പുള്ളിക്ക് ആ ഒരു മൂഡാണ്. എൻ്റെ കൂടെ തന്നെ അച്ഛൻ ബോക്സിങ്ങിന് റെഡി ആയിട്ടിരിക്കുന്ന ഒരാളെ പോലെ അച്ഛൻ എപ്പോഴും എനിക്കൊരു നല്ല കൂടെ വന്നിരുന്നു. ഈ പടം ഇറങ്ങിയപ്പോൾ അച്ഛൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതും നല്ല ഹാപ്പി ആയിട്ട് എടുത്ത് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. നീ കുറച്ച് ഓവറായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ ഓവർ ആ ക്യാരക്ടറിന് വേണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായിരുന്നു. എല്ലാ ക്യാരക്ടറും ഒരേപോലെ ചെയ്യാൻ പറ്റില്ല. കഥാപാത്രങ്ങളായിരിക്കും തന്നെ പോകണം. അച്ഛനെ ഹാപ്പിയായി, അച്ഛൻ ഹാപ്പിയായി, ഞാൻ ഹാപ്പിയായി. ഒരു സൗണ്ടിൽ തന്നെ രണ്ടുപേര് അതൊരു പരിമിതിയുണ്ടല്ലോ ചെയ്യുന്ന ആക്ടിവിറ്റീസിലാണെങ്കിലും അത് എൻഗേജ് ചെയ്യണം, ആക്ച്വലി സിനിമ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തുടങ്ങി നമുക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടൊരു പാർട്ട് അതായിരുന്നു. കാര്യം ആദ്യത്തെ ഒരു പോർഷനിൽ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു മേജർ പോർഷൻ ഞാനും അനുഭവം മാത്രമേ ഉള്ളൂ. അതൊരു മുറിയിലും വേറെ പുറമേയുള്ള സ്ഥലമാണെങ്കിലും ഒരു സ്ഥലവും കാണിച്ച ആൾക്കാരെ പറ്റിക്കാം. ഞങ്ങൾ രണ്ടുപേരും കൂടി മുറിയിൽ എന്ത് കാണിക്കുന്നതിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് സ്ക്രിപ്റ്റിൻ്റെ പരമായിട്ടുള്ള ഗുണങ്ങൾ കൊണ്ടും പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സിനിമോട്ടോഗ്രാഫർ ഒരു അത്യുഗ്രൻ കക്ഷിയായിരുന്നു എടുത്തിരുന്നു. കൂടാതെ നമ്മുടെ ആർട്ട് ഡയറക്ടർ, ഡയറക്ഷൻ ടീം. അപ്പോൾ ഇവിടെ എല്ലാവരുടെയും പരിപാടി ഉള്ളതുകൊണ്ട് ആണ് നമുക്ക് ആ ഒരു ലാഗ് അങ്ങനെ ഫീൽ ചെയ്യാതെ പരിപാടി അങ്ങനെ രസമായിട്ട് പോകാൻ പറ്റിയത്. അത് ഓൾ ക്രെഡിറ്റ്സ് ടു ദം. കരിയർ ഒന്നുകൂടെ സമയമായി ചൂസ് ചെയ്യാൻ കഥാപാത്രങ്ങൾ വേണം എന്ന് തീരുമാനം
വേണ്ടേ? അപ്പൊ ഡെഫിനറ്റ്ലി ബ്രോ, കാര്യം നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ സിനിമ കഴിയുമ്പോഴും നമുക്ക് പിന്നെ പണ്ടത്തെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഡിഫറെൻ്റ് ആണ്. പണ്ട് എനിക്ക് അങ്ങനെ വരുന്ന സിനിമകളുടെ എണ്ണങ്ങൾ അല്ലെങ്കിൽ പണ്ട് ഒരു കൊച്ചിക്കാരൻ ചെക്കൻ എന്ന് പറയുമ്പോൾ വിളിക്കുന്ന കോളാണ് എൻ്റെ ഈ കണ്ടുകൂടെ. അതേപോലെ എൻ്റെ ഫോണിൽ നേരെ വിളിക്കും, ഹലോ പാലുമല്ലേ ഒരു കൊച്ചിക്കാരൻ ചെക്കൻ്റെ ആവശ്യമുണ്ട് എന്ന് വിളിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഡയറക്ടേഴ്സ് വന്ന് എനിക്ക് വേറെ രീതിയിലുള്ള സിനിമകൾ തന്നുകൊണ്ട് മാത്രമാണ് പല രീതിയിലുള്ള ക്യാരക്ടേഴ്സിനെ ഇപ്പോൾ വിളിച്ചു കൊടുക്കുന്നത്. അപ്പം ഇപ്പോഴാണ് എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഇനി ചെയ്യും, ഒരുപാട് ചെയ്യും. പക്ഷെ ആക്ച്വലി പറയാലോ, ഞാൻ കൊടുക്കത്തെ ആക്ടിങ് ആയിരുന്നു. ശരിക്കും നിഷ്കളങ്കമല്ല. അതന്നെ ബ്രോ നേരത്തെ പറഞ്ഞ കാര്യം. നമുക്ക് ആക്ച്വലി പറഞ്ഞ പോലെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് ഷൂട്ട് ചെയ്ത് വരുമ്പോൾ അത് രസമായിട്ട് വരുന്നുള്ള കോൺഫിഡൻസ് ഡയറക്ടറിനും ബാക്കി എല്ലാ ടീമിലും ഉണ്ടായിരുന്നു. അത് ഷൂട്ട് ചെയ്ത് നമ്മൾ കാണിച്ചു തരുകയും ചെയ്തു. സോ ഹാപ്പി ആയിരുന്നു.